Su-57 റഫാൽ യുദ്ധവിമാനവും. ഇന്ത്യ Su-57 വാങ്ങുന്നതിന് പകരം റഫാൽ വാങ്ങും എന്ന ചില റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. നമുക്കറിയാം, ഈ 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ് റഫാൽ. ഇതിന് Su-57നെക്കാട്ടിലും കൂടുതൽ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു തീരുമാനം ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അതൊരു മണ്ടത്തരമായിട്ടുള്ള തീരുമാനമായിട്ട് മാറിത്തീരുമോ എന്നിപ്പോൾ ചർച്ചകൾ സജീവമായിട്ട് രൂപപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ Su-57 വേണ്ടെന്ന് വെച്ചിട്ട് റഫാൽ ബ്ലോക്ക് 4 എന്ന് പറയുന്ന റഫാലിൻ്റെ വിമാനങ്ങൾ വാങ്ങുന്നത് മണ്ടത്തരമല്ലേ എന്ന് സംശയിക്കാനുള്ള ഒരുപാട് ന്യായങ്ങളുണ്ട്. അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിശദാംശങ്ങൾ അനുസരിച്ചിട്ട് ഒരു റഫാലിൻ്റെ വിലയുടെ പകുതിയെ വരൂ ഏതാണ്ട് ഞാൻ അങ്ങനെ ഒറ്റ വിമാനമായിട്ടല്ല പറയുന്നത്, മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ 114 മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ആ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനായിട്ട് നമ്മൾ ഫ്രാൻസിലെ ദസോൾട്ട് റഫാലുമായിട്ട് കരാറിൽ ഒപ്പിടുകയും അങ്ങനെ അവരിൽ നിന്ന് ഇത് വാങ്ങുകയും ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ 114 റഫാൽ വിമാനം വാങ്ങിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന നീക്കി വെച്ചിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 200 തൊട്ട് 230 Su-57 വിമാനങ്ങൾ വാങ്ങാമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തു വരുന്നത്. അതായത് വിലയിൽ അത്ര വലിയ അന്തരമുണ്ട്. എന്നാൽ ഈ പറയുന്ന വലിയ മേന്മയൊന്നും റഫാലിനില്ലതാണ്. അതായത് റഫാല് ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ അതൊരു 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ്. ഈ Su-57 നമ്മൾ പലപ്പോഴും അത് പൂർണ്ണമായിട്ടും 5th ജനറേഷൻ അല്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് F-35 താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. റഫാലുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ Su-57 ബഹുദൂരം മുന്നിലാണ്. അപ്പോൾ ഈ ബഹുദൂരം മുന്നിലുള്ള Su-57 തഴഞ്ഞിട്ട് നമ്മൾ റഫാലിലേക്ക് പോകുമോ എന്നുള്ളത് അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സർക്കാരിനെ കുറ്റപ്പെടുത്താവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ന്യായമായിട്ടും അതൊരു മണ്ടൻ തീരുമാനമായിരിക്കും. ഒന്നുകിൽ അതല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങിക്കാതിരിക്കുവാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. അപ്പം ഈ റഫാലിൻ്റെ പാക്കേജ് ഉൾപ്പെടുന്നത് ട്രെയിനിങ് ആൻഡ് സിമുലേറ്റേഴ്സ്. അതായത് ഈ പുതിയ വിമാനം വരുമ്പോൾ അതിന് പരിശീലനം കൊടുക്കാനായിട്ട് അതിൽ 1-2 വിമാനങ്ങൾ കാണും. അതുകൂടാതെ സിമുലേറ്ററുകൾ കാണും. വിമാനത്തിൻ്റെ അതേ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ കാർ ഡ്രൈവിങ്ങിനൊക്കെ സിമുലേറ്ററുകളുണ്ട്. കാറിലല്ല, കാർ പോലുള്ള ഒരു ചേംബറിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മളെ ആ റിയൽ ടൈം ഒരു ഫീലിംഗ് ഉണ്ടാക്കും. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഹാങ്കറുകളൊക്കെ നിർമ്മിക്കാനുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ. അതുപോലെ ഈ റഫാല് വളരെ പരിമിതമായിട്ട് ടെക്നോളജി നമുക്ക് തരുന്നുള്ളൂ, സോഴ്സ് കോഡൊന്നും തരുന്നില്ല. പക്ഷേ Su-57 ആകട്ടെ, റഷ്യ അതിൻ്റെ സോഴ്സ് കോഡ്, അതിൻ്റെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ റഫാൽ വാങ്ങിച്ചാൽ ഭാവിയിൽ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന അസ്ത്ര 2, അത് 200 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഒരു എയർ ടു എയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ്. ആ മിസൈല് ഈ പറയുന്ന ഒരു റഫാൽ ബ്ലോക്ക് 4 എന്ന റഫാലിൻ്റെ പുതിയ വെർഷൻ, ആ ബ്ലോക്ക് 4-ൽ നമ്മൾ ഘടിപ്പിക്കണമെങ്കിൽ അതിന് ഫ്രാൻസ് ഇന്ന് എഞ്ചിനീയർമാർ വരണം. ഫ്രാൻസ് അവർക്കല്ലാതെ നമുക്ക് പറ്റില്ല. അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതായത് ഒരു സോഴ്സ് കോഡ് ഇല്ലെങ്കിൽ തദ്ദേശീയ ആയുധങ്ങൾ അതിലോട്ട് ചേർക്കാൻ പറ്റില്ല. പുതിയ സർവീസുകൾ പറ്റില്ല. സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷണൽ ഫ്രീഡം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഈ വിമാനത്തിൻ്റെ മേലുള്ള നിയന്ത്രണം നമുക്ക് പൂർണ്ണമാകില്ല. സോഴ്സ് കോഡ് ആരുടെ കയ്യിലാണോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്ന പോലെ നടക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച് ഈ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് റഫാൽ വാങ്ങിക്കണോ? അതും 5th ജനറേഷൻ ആയിട്ടുള്ള റഷ്യൻ വിമാനം നമുക്ക് തരാമെന്ന്, സോഫ്റ്റ് സോഴ്സ് കോഡ് ഉൾപ്പെടെ തരാമെന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ വാങ്ങിക്കണം. ഇതൊരു ന്യായമായ സംശയമാണ്. അപ്പം ഇതിന് ചില ആൾക്കാർ വേറെ ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ചിലർ പറയുന്നു, ഈ Su-30 MKI ഉണ്ടാക്കിയപ്പോൾ റഷ്യ ഇന്ത്യക്ക് പൂർണ്ണമായ ടെക്നോളജി വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അവർ അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കതിലെ വസ്തുത എത്രത്തോളമാണെന്ന് അറിഞ്ഞുകൂടാ.
അത് തൽക്കാലത്തേക്ക് ഈ റഫാലിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കുകയാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വിലയുടെ കാര്യവും, അതായത് ഈ 114 റഫാൽ വാങ്ങുന്നിടത്ത് അതേ പൈസ കൊണ്ട് 215ഓളം Su-57 വാങ്ങാമെങ്കിൽ പിന്നെ നമ്മൾ ഈ റഫാലിന് പുറകെ പോകുന്നത് രാജ്യത്തിന്റെ വിലയേറിയ ധനം ദുർവിനിയോഗം ചെയ്യുമായെന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന് അഴിമതി ആരോപണം വരെ കേൾക്കേണ്ടി വരും, സംശയമൊന്നുമില്ല. ഇനി അതും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പാശ്ചാത്യ ശക്തികളെ പേടിച്ചിട്ടാണ്. അതായത് അമേരിക്ക റഷ്യയുടെ കയ്യിൽ നിന്നും ഇത്രയധികം പണം മുടക്കി നമ്മൾ വാങ്ങാൻ പാടില്ല, റഷ്യക്ക് ഇത്ര ബിസിനസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള പാശ്ചാത്യ ശക്തികളുടെ തീട്ടൂരം നമ്മൾ അനുസരിച്ചു എന്നുള്ളതാവും. കാരണം ഇതിനൊരു ന്യായം വേണ്ടേ? രാഷ്ട്ര താല്പര്യം എവിടാണ് ഇതിനകത്തിൽ? കൂടുതൽ വില കൊടുത്ത് കുറഞ്ഞ എണ്ണം വാങ്ങിക്കുന്നതാണ്. ഇനി അതിൻ്റെ മറ്റ് ക്വാളിറ്റിയിലോട്ട് ഞാനൊന്ന് പോകാം. അവിടെയും Su-57 റഫാലിനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. ഒരു വിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ എഞ്ചിൻ. ആ എഞ്ചിൻ എടുത്ത് നോക്കിയാൽ ഈ ഇപ്പോൾ തന്നെ Su-57 ഉപയോഗിക്കുന്ന എഞ്ചിന് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്, എഞ്ചിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് 2 എഞ്ചിനാണ്. ഈ 2 വിമാനങ്ങൾ ട്വിൻ എഞ്ചിനാണ്. ആ Su-57 വിമാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ത്രസ്റ്റ് 284 കിലോ ന്യൂട്ടൺ ആണ്. ആ സ്ഥാനത്ത് റഫാലിന് അതിന്റെ പകുതി ഉള്ളവേ ഉള്ളൂ, അതായത് 150 കിലോ ന്യൂട്ടനേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ശക്തിയേറിയ വിമാനമാണ് Su-57. ശക്തിയേറിയ വിമാനമായതുകൊണ്ട് തന്നെ അതിന് ഇതിനേക്കാൾ വേഗതയിൽ പോവാം. മാക്ക് 2 എന്ന് പറയുന്നതിൽ പോവാം. റഫാലിന് പലപ്പോഴും മാക്ക് 1.6 പോകാൻ പറ്റും, പരമാവധി 1.8 എടുക്കാം. അപ്പം അതൊരു കാര്യം. പിന്നെ സൂപ്പർ ക്രൂയിസിങ്, അതായത് ആഫ്റ്റർ ബേണറുകൾ ഇല്ലാതെ. എന്താ ആഫ്റ്റർ ബേണർ എന്ന് പറഞ്ഞാൽ? കൂടുതൽ ഇന്ധനം ബേണറിലോട്ട് പമ്പ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് വിമാനത്തിന്റെ വേഗത കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ആഫ്റ്റർ ബേണർ. ശക്തി കൂട്ടും, ത്രസ്റ്റ് കൂട്ടും. അപ്പൊ ഈ ആഫ്റ്റർ ബേണറുകൾ ഇല്ലെങ്കിലും ഈ Su-57 മാക്ക് 1.6 1.7 പറക്കാൻ പറ്റും. അതായത് അത്രയും ഇന്ധനം കുറവ് ചെലവാക്കിയാൽ മതി എന്നർത്ഥം. അപ്പം സ്വാഭാവികമായിട്ട് കൂടുതൽ ദൂരം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എഞ്ചിന്റെ കാര്യത്തിൽ നിലവിലുള്ള എഞ്ചിൻ തന്നെ Su-57 റഫാലിനേക്കാൾ വളരെ മുന്നിലാണ്. ഇനി മറ്റൊരു കാര്യം, ഈ നിലവിലുള്ള എഞ്ചിന് വേണ്ടത്ര സ്റ്റെൽത്ത് ഇല്ലെന്നും അതൊരു 5th ജനറേഷൻ എഞ്ചിൻ അല്ലെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഈ Su-57 നിരസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അവർ വളരെ വിജയകരമായിട്ട് പുതിയ എഞ്ചിൻ പരീക്ഷിച്ചു. അതായത് ഇസ്ഡലിയെ 177 ഇസ്ഡലിയെ 177 എന്ന് പറയുന്ന എഞ്ചിൻ അവർ പരീക്ഷിച്ചു. ആ എഞ്ചിനാകട്ടെ വളരെയധികം ശക്തി ഉള്ള ഒരു എഞ്ചിനാണ്. അപ്പൊ ആ എഞ്ചിൻ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും റഫാലുമായിട്ട് ഒരു താരതമ്യമില്ല. നമ്മൾ പലപ്പോഴും ഈ Su-57 വാങ്ങാതിരുന്നതിൻ്റെ ഒരു കാരണം അത് F-35 താരതമ്യപ്പെടുത്തുമ്പോൾ അതിന് സ്റ്റെൽത്ത് ക്വാളിറ്റി കുറവാണെന്നുള്ളതാണ്. വിമാനത്തിന്റെ ലോങ് സ്റ്റാൻഡ് ഓഫ്, അതായത് വളരെ ദൂരെ നിന്നുകൊണ്ട് വിമാനത്തിൽ നിന്നും മിസൈൽ പ്രയോഗിക്കാനുള്ള ശേഷി കുറവെന്നല്ല അർത്ഥം. വിമാനത്തിന്റെ സ്റ്റെൽത്ത് ക്വാളിറ്റി കുറവാണെന്നും അതുകൊണ്ട് പാകിസ്ഥാനിലേക്കൊട്ടൊക്കെ അകത്ത് കയറി ആക്രമണം നടത്തുമ്പോൾ അവർ കണ്ടുപിടിക്കുമെന്നും വെടിവെച്ചിടുമെന്നുമുള്ള ഒരു പേടിയാണ് നമ്മളെ ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഈ പുതിയ എഞ്ചിൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. കൂടുതൽ സ്റ്റെൽത്ത് ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ്. എഞ്ചിൻ ഇരിക്കുന്ന സ്ഥലത്ത് റഡാർ സിഗ്നേച്ചർ വളരെ കുറവായിരിക്കും. റഡാർ ക്രൂസ് സെക്ഷൻ വീണ്ടും അത് കുറയും. ഇതൊക്കെയാണ് ഇപ്പോൾ വരാൻ വന്നത്. പക്ഷേ റഫാലുമായിട്ട് ഒരു തരത്തിലും ഇതിനെ താരതമ്യപ്പെടുത്തരുത്. കാരണം റഫാലിന് വളരെ മുകളിലാണ് ഈ Su-57. ഇനി BVR മിസൈലിന്റെ കാര്യം പറയാം, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ. ആ BVR മിസൈല് നോക്കുമ്പോൾ R-37 എന്ന് പറയുന്ന റഷ്യയുടെ പുതിയ BVR മിസൈലിന്റെ റേഞ്ച് 300 തൊട്ട് 400 കിലോമീറ്റർ വരെയാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ദൂരപരിധിയുള്ള എയർ ടു എയർ മിസൈലാണ് R-37. ആ R-37 ആണ് ഈ Su-57 ഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. റഫാലിലുള്ള മെറ്റിയോറിന്റെ റേഞ്ച് 200 തൊട്ട് 300 കിലോമീറ്റർ വരെയാണ്. എന്തായാലും ശരി, എല്ലാ അർത്ഥത്തിലും BVR മിസൈലിന്റെ കാര്യം എടുക്കാം, എഞ്ചിന്റെ കാര്യം എടുക്കാം, റഡാർ ക്രൂസ് സെക്ഷന്റെ കാര്യം എടുക്കാം, വിമാനത്തിന്റെ വേഗതയുടെ കാര്യം എടുക്കാം, ആഫ്റ്റർ ബേണറുകളില്ലാത്ത സൂപ്പർ ക്രൂയിസിങ് നടത്തുന്നതിനെ കുറിച്ച് പറയാം. അതിലൊന്നും തന്നെ ഒരിടത്തും
റഫാലിന് മുൻതൂക്കമില്ല. വിലയും കുറവല്ല, വില ഇതിൻ്റെ ഇരട്ടിയാണ്. അതായത് പന്ന സാധനം ഇരട്ടി വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് തീർച്ചയായിട്ടും ഗൗരവമേറിയ വിഷയമാണ്. ഞാൻ പൊതുവിടത്തിൽ നിന്നും ലഭ്യമായ വിവരം വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. സർക്കാർ ഇങ്ങനെ റഫാല് SU-57 മാറ്റിവെച്ചിട്ട് റഫാല് വാങ്ങാൻ തീരുമാനിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ BJP സർക്കാർ നിശ്ചയമായിട്ടും ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. അവർക്ക് ഒരുപാട് വിശദീകരണങ്ങൾ തന്ന് ഈ ഒരു തീരുമാനത്തെ സാധൂകരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതത്ര എളുപ്പമല്ല. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് സർക്കാർ തോളിലിടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും സർക്കാർ തീരുമാനം വരുന്ന മുറയ്ക്ക് നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റഷ്യ ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്ന ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. അതായത് ഇതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ളത് അവർ നമുക്ക് നൽകാമെന്നാണ്, സംയുക്തമായി നിർമ്മിക്കാമെന്നുമാണ്. പിന്നെ ചിലർ ഇതിനൊരു കാര്യം പറയുന്നുണ്ട്, റഷ്യക്ക് ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ല. സ്വാഭാവികമായിട്ടും റഷ്യക്ക് ഇംഗിതമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ തൽക്കാലത്തേക്ക് ഒരു റഷ്യയെ ഒന്ന് പരമാവധി വില പേശുകയാണ്, ഒടുവിൽ നമ്മൾ ഇത് തന്നെ വാങ്ങും എന്ന് പറയുന്നവർ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ തീരുമാനം വന്നതിന് ശേഷം നമുക്ക് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാം.